കാലത്ത് വ്യാപാരിയായിരുന്ന ഒരാൾ ഒരു ദീർഘയാത്രയിൽ ക്ഷീണിച്ചെത്തിയപ്പോൾ വിശ്രമിക്കാനായി ഒരു മരത്തിന്റെ തണലിലിരുന്നു. അയാൾ അവിടെ ഇരുന്ന് ഒരു ഈന്തപ്പഴം കഴിച്ച് കുരു എറിഞ്ഞപ്പോൾ പുക മറഞ്ഞ ഭീകര രൂപത്തിൽ നിന്ന് ഒരു ജിന്ന് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നീ എറിഞ്ഞ കുരു എൻ്റെ മകന്റെ നെഞ്ചിൽപ്പെട്ട് അവൻ മരിച്ചുപോയി. അതിനാൽ നീ മരിക്കണം എന്ന് ജിന്ന് അലറിക്കൊണ്ട് പറഞ്ഞു. ഇത് കണ്ട വ്യാപാരി വിറച്ചു നിന്നുപോയി. താൻ നിർദോഷിയാണെന്നും അജ്ഞതാപൂർവം ചെയ്ത തെറ്റാണതെന്നും വ്യക്തമാക്കി. അവസാനമായി വീട്ടിൽ ചെന്ന് ഭാര്യയ്ക്കും മക്കൾക്കും യാത്ര പറയാൻ സമയം ചോദിക്കുകയും 1 വർഷത്തിനു ശേഷം ഇവിടെ തിരിച്ചെത്തുമെന്ന് സത്യം ചെയ്യുകയും ചെയ്തു. ജിന്ന് സമ്മതിച്ചു. വ്യാപാരി വാക്ക് പാലിച്ച് 1 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ജിന്ന് അവനെ കൊല്ലാൻ തയ്യാറായിടത്തേക്ക് 3 വിചിത്ര വൃദ്ധന്മാർ എത്തിച്ചേർന്നു. ഒരാൾ മാൻകുട്ടിയുമായും, ഒരാൾ 2 കറുത്ത നായ്ക്കളുമായും, മറ്റൊരാൾ ഒരു കുതിരക്കുട്ടിയുമായുമാണ് വന്നത്. അവർ അവിടെ വന്ന് ജിന്നിനോട് കാര്യം ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് അവർ അത്ഭുതകരമായ കഥകൾ പറയുകയാണെങ്കിൽ വ്യാപാരിയെ വിട്ടുതരണമെന്ന് ജിന്നിനോട് പറഞ്ഞു. ജിന്ന് സമ്മതിച്ചതോടെ അവർ ഓരോരുത്തരും അത്ഭുത കഥകൾ പറഞ്ഞ് ജിന്നിനെ വിസ്മയിപ്പിച്ചു. ഓരോ കഥയും വ്യാപാരിയുടെ ശിക്ഷയുടെ 1/3 വീതം ഒഴിവാക്കാൻ പ്രേരിപ്പിച്ചു. ഒടുവിൽ ജിന്ന് പൂർണ്ണമായി ക്ഷമിച്ച് വ്യാപാരിയെ ജീവൻ തിരികെ നൽകി വിട്ടയച്ചു. ഇതിലൂടെ വാക്ക് പാലിക്കൽ, നീതി, ക്ഷമ, ബുദ്ധി എന്നിവ ക്രൂരതയെ അതിജീവിക്കുമെന്ന് തെളിഞ്ഞു. ഇനി വൃദ്ധന്മാർ ജിന്നിനോടായി പറഞ്ഞ കഥകൾ എന്തൊക്കെയാണെന്ന് കേൾക്കണ്ടേ? ആദ്യ വൃദ്ധന്റെ കഥ. എൻ്റെ വീട്ടിൽ ഒരിക്കൽ ഞാൻ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു ഭാര്യയുണ്ടായിരുന്നു. പക്ഷെ അവൾ സത്യത്തിൽ ഒരു മന്ത്രവാദിനിയായിരുന്നു. ഒരു ദിവസം ഞാൻ മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയിരിക്കുമ്പോൾ അവൾ ഒരു ദാസനുമായി ബന്ധപ്പെട്ടു. ഞാൻ തിരികെ വന്നപ്പോൾ അത് അറിഞ്ഞ അവൾ ക്രോധം കൊണ്ട് എന്നെയും എൻ്റെ കുഞ്ഞിനെയും മൃഗങ്ങളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ എൻ്റെ മകനെ ഒരു കാളയാക്കി മാറ്റുകയും എന്നെ ഒരു മാനാക്കി മാറ്റുകയും ചെയ്തു. ഞാൻ ആക്രമിക്കാനോ സംസാരിക്കാനോ കഴിയാതെ കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പണ്ട് സഹായത്തിന് വന്നിരുന്ന ഒരു ദാസി എന്നെ തിരിച്ചറിഞ്ഞ് കാര്യം മനസ്സിലാക്കി. അവൾക്കും കുറച്ചൊന്ന് മന്ത്രവിദ്യ അറിഞ്ഞതിനാൽ അവൾ എൻ്റെ ഭാര്യയ്ക്കെതിരെ മന്ത്രമുപയോഗിച്ച് എൻ്റെ യഥാർത്ഥ രൂപം തിരികെ നൽകി. അതേസമയത്ത് എൻ്റെ ദുഷ്ടയായ ഭാര്യയെ ഒരു മാനാക്കി മാറ്റുകയും ചെയ്തു. ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മാൻ ഒരിക്കൽ എൻ്റെ ഭാര്യയായിരുന്നവളാണ്. അവളുടെ വഞ്ചനയുടെ വിലയാണ് ഇന്ന് അവൾ അനുഭവിക്കുന്നത്. രണ്ടാമത്തെ വൃദ്ധന്റെ കഥ. എൻ്റെ സഹോദരന്മാരോടൊപ്പം ഞാൻ കൂട്ടുവ്യാപാരം നടത്തുമ്പോൾ 2 സഹോദരന്മാരും എന്നെ ഇഷ്ടപ്പെടാതെ എപ്പോഴും എൻ്റെ ഭാഗ്യം കെടുത്താൻ ശ്രമിക്കുമായിരുന്നു. 1 വർഷം ഞാൻ വലിയ ലാഭം നേടി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർ അസൂയ കൊണ്ട് എന്നെ കടലിൽ തള്ളിക്കളഞ്ഞു. പക്ഷേ ഒരു നല്ല ദേവത എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ അവളുടെ സഹായത്തോടെ വീണ്ടും സമ്പന്നനായി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഞാൻ 2 സഹോദരന്മാരെയും കണ്ടപ്പോൾ അവർ പാവപ്പെട്ട അവസ്ഥയിൽ ഇരുന്നു കരഞ്ഞു. ഞാൻ മനസാക്ഷിയെ കരുതി അവരെ ക്ഷമിച്ച് സമ്പത്തും ജോലിയും അവസരവും നൽകി. എങ്കിലും അവർക്കുള്ള ദുഷ്ട സ്വഭാവം മാറിയില്ല. അവർ വീണ്ടും എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പണ്ട് എന്നെ രക്ഷിച്ച അതേ ദേവതയുടെ സഹായം ഞാൻ ചോദിക്കുകയും ദേവത അവൾക്ക് ശിക്ഷയായി അവരെ 2 കറുത്ത നായ്ക്കളാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അവരെ ഞാൻ കൂട്ടിക്കൊണ്ട് നടക്കുന്നത് അവർ തൻ്റെ ദ്രോഹത്തിൻ്റെ വില അനുഭവിക്കാനാണ്. മൂന്നാമത്തെ വൃദ്ധന്റെ കഥ. എനിക്കും ഒരു ഭാര്യയുണ്ടായിരുന്നു. അവൾക്കും മന്ത്രവിദ്യ അറിയാമായിരുന്നു. ഞങ്ങൾക്ക് ഒരു മകനുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ മകൻ മരിച്ചുപോയതിനു ശേഷം അവളിൽ വലിയ മാറ്റം വന്നിരുന്നു. പിന്നീട് അവൾ എന്നെ വെറുത്തു തുടങ്ങി. ഒരു ദിവസം എന്നെ ശിക്ഷിക്കാനെന്ന് പറഞ്ഞ് ഒരു ഭീകരമായ കുതിരക്കുട്ടിയായി എന്നെ മാറ്റി. ഞാൻ സംസാരിക്കാനോ മനുഷ്യരൂപത്തിലേക്ക് മടങ്ങാനോ കഴിയാതെ അലഞ്ഞു നടന്നപ്പോൾ ഒരു യുവതി, കാരുണ്യവും വിജ്ഞാനവുമുള്ള ഒരു മാലാഖ എന്നെ കണ്ടെത്തി. വേദനയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നെ മനുഷ്യനാക്കി.
ഭാര്യയെ ശിക്ഷയുടെ പ്രതീകമെന്നോണം കുതിരയാക്കി മാറ്റുകയും ചെയ്തു. ഇന്ന് ഞാൻ കൊണ്ടുവന്ന ഈ ജീവി ഒരിക്കൽ എൻ്റെ ഭാര്യയായിരുന്ന ആളാണ്. അവളുടെ ദുരാചാരത്തിൻ്റെയും ക്രൂരതയുടെയും ചിഹ്നമാണ് അവളുടെ ഇന്നത്തെ ഈ രൂപം. ഈ കഥകൾ കേട്ട ജിന്ന് എന്നും നീതിയും സത്യവും മാത്രമാണ് നിലനിൽക്കുകയെന്ന് മനസ്സിലാക്കുകയും ഒടുവിൽ യാത്രക്കാരനെ വിട്ടയക്കുകയും ചെയ്തു.